ഇപ്പോൾ ഈ സംഭവത്തിലുണ്ട്, വൈസ് ചാൻസലർ സംഭവത്തിൽ മുസ്ലിം ലീഗ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവരും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. വാസ്തവത്തിൽ അവരാണ് ഏറ്റവും ശക്തമായിട്ട് RSSനെ വിമർശിക്കേണ്ടവർ. അവർ മിണ്ടില്ല. ഈ മിണ്ടുന്നത് ആദ്യം CPM ആയിരിക്കും. ഇപ്പോഴും നോക്കുക, CPM ആണ് വൈസ് ചാൻസലർമാർ പോയി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഒരു ദിവസം VD സതീശൻ പിടിച്ചു നിന്നു. അടുത്ത ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനൊന്നും സമയം കിട്ടില്ല. ആരോടെങ്കിലും പറഞ്ഞു കാണും, എന്തെങ്കിലും എഴുതി തൊലയ്ക്കട എന്ന് പറഞ്ഞു കാണും. ഇത് കവിഞ്ഞുള്ള പ്രാധാന്യം ഇതിനില്ല. അതേസമയം നാട്ടിലെ RSSകാരെല്ലാം ഫേസ്ബുക്കുള്ളവർ ഫേസ്ബുക്കിലും ട്വിറ്ററിലുള്ളവർ ട്വിറ്ററിലും ആരാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉഷാറായി. ഇതാണ് ഈ വിവാദം കൊണ്ടുണ്ടായത്. ഇതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. വൈസ് ചാൻസലർമാരവിടെ പോയതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് തെറ്റാണ് എന്ന് ധരിക്കുന്നതാണ് തെറ്റ്. അത് അവരുടെ എനിക്ക് വായിജത്തിനോടൊരു വെറുപ്പുണ്ട്. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരും വായിജത്തിനെ വെറുക്കേണ്ടതാണ് എന്നൊരു നിലപാടും കൊണ്ട് ഞാൻ നടന്നാൽ ഞാൻ അപഹാസ്യനാകുകയുള്ളൂ. കാരണം എന്നെപ്പോലെ തന്നെ സുഹൃത്തുക്കൾ വായിജത്തിനുണ്ട്, ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ എന്തു ചെയ്യും? ഈ കാര്യത്തിൽ വായിജത്തിൻ്റെ സുഹൃത്തുക്കളുടെ എണ്ണം ഭീകരമാണ്. എൻ്റെ സുഹൃത്തുക്കൾ വളരെ കുറവാണ്. ഇപ്പോൾ RSSൻ്റെ സുഹൃത്തുക്കളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എതിർക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ തുച്ഛമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഈ ബഹളം വെച്ച് സംഭവിക്കാൻ പോകുന്നത്, ആരെയാണോ ഇവർ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റാൻ, RSS മെയിൻ സ്ട്രീമിൽ വരാൻ പാടില്ല എന്ന് വിചാരിക്കും, അവർ കൂടുതൽ മെയിൻ സ്ട്രീമിൽ വരും. ഇവർ വല്ലാതെ എതിർത്ത് കഴിഞ്ഞപ്പോൾ BJPക്ക് 3 സീറ്റ് കിട്ടി. കണ്ടമാനം ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ കൊണ്ടുപോയി. കൂടിയാണല്ലോ വരുന്നത്. വിചാരിച്ചത്രയും കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. എനിക്കും പ്രതീക്ഷയുണ്ട് BJP 140 സീറ്റും കേരളത്തിൽ പിടിച്ച് വരണമെന്ന്. ഉടനെ നടക്കുന്ന കാര്യമല്ല. വിചാരിച്ചത്രയും വരുമോ എന്ന് ചോദിച്ചാലില്ല, പക്ഷേ വരുന്നുണ്ട്. അപ്പോൾ ഈ എതിർപ്പ് കൊണ്ട് ഒരു സംഘടനയെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കണം.